അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾക്ക് ഞാൻ ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് വെനസ്വേലയാണ് എന്ന് പറയുന്നതിൽ പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ല. തൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ എന്താണ് നെക്സ്റ്റ് പ്രസിഡന്റ് ഓഫ് ക്യൂബ എന്ന് വിശേഷിപ്പിക്കുന്നതിലും ഒരു ഉളുപ്പുമില്ല. അത് ഞാനിതിന് വേറൊരു നിലക്കാണ് കാണുന്നത്. മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ ഈ ലോകത്ത്, ആധുനിക ലോകത്ത് ഈ നിലയിൽ ഫോം ചെയ്യപ്പെടുന്നതിൽ അമേരിക്ക ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച രാജ്യമാണ് അമേരിക്ക. അമേരിക്ക തന്നെ അതിൻ്റെ ഉദകക്രിയക്ക്, ഈ ലോകഘടനയുടെ ഉദകക്രിയക്ക് തുടക്കം കുറിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഗതിവേഗം കൂട്ടുന്നു. അതെ എന്ന് മനസ്സിലാക്കാം. ഇദ്ദേഹം വേറൊരു പണിച്ച് 66 അന്താരാഷ്ട്ര സംഘടനകൾ അമേരിക്ക പിൻവാങ്ങി കഴിഞ്ഞുണ്ട് ഇതിനകം. 66 അന്താരാഷ്ട്ര സംഘടനകൾ. അതിൽ 31 UN സംഘടനകളാണ്. ബാക്കി 36 UN അഫിലിയേറ്റഡ് എന്നോ അല്ലെ UN ഇൻസ്പയർഡ് എന്നോ പറയാവുന്ന സംഘടനകളാണ്. അപ്പോൾ അന്താരാഷ്ട്ര WHO എന്ന് പിന്മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ പ്രസിഡൻ്റ് ആയത് തന്നെ. ഇനി ചിലപ്പോൾ ഈ ആഫീസ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറയുമായിരിക്കും. യുവൻ്റെ ഓഫീസ് ഇവിടെ ന്യൂയോർക്കിൽ കിടക്കുകയാണ്, ഇവിടുന്ന് അത് നല്ലൊരു ഹോട്ടലാക്കാമെന്ന്, കാസിനോ ആക്കാമെന്നൊക്കെ ചിലപ്പോൾ പുള്ളിക്ക് തോന്നിയേക്കും. അടിപൊളി സ്ഥലമാണ്, നല്ല റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനെക്കുറിച്ചും ക്യൂബയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ ഡീലാണ്, നല്ലൊരു ഡീൽ അവിടെ വരും എന്നാണ് പറയുന്നത്. ക്യൂബയെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവും, എന്തിനാണ് അവിടെ ഈ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എത്ര കാസിനോസും എത്ര റിസോർട്ടുകളൊക്കെ അവിടെ ഉണ്ടാക്കാൻ പറ്റും എന്ന്, നല്ല ദ്വീപല്ലേ, അതേമാതിരി ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമേരിക്കയുടെ തൊട്ട് മുറ്റത്താണ് ഈ രാജ്യം നിൽക്കുന്നത്. 145 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഫ്ലോറിഡ തീരത്ത് ക്യൂബയിലേക്ക്. അത് സാങ്കേതികമായി അങ്ങനെയായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്വാൻഡനാമോ ബേ എന്ന് പറയുന്ന അമേരിക്കൻ സൈനിക ക്യാമ്പുണ്ടല്ലോ, അത് ക്യൂബയിലാണ്. ആ നിലക്ക് പറയുകയാണെങ്കിൽ 120 വർഷമായി അമേരിക്കയുടെ കയ്യിലുള്ള പ്രദേശമാണ് ഗ്വാൻഡനാമോ. അത് ക്യൂബൻ പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയും ക്യൂബയും തമ്മിൽ എന്താണ് ഈ 145 എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വരും. എന്നാൽ അവരുടെ ഓൾറെഡി അമേരിക്കൻ പട്ടാള ക്യാമ്പും എവിടെ ഉണ്ട്? ക്യൂബയിലുണ്ട്. 120 വർഷം അവിടെ ഉണ്ട്. ഒരു വലിയൊരു സൈനികാധിനിവേശമോ അല്ലെങ്കിൽ കാരക്കാസിൽ നടത്തിയതുപോലെ ഒരു ഓപ്പറേഷനൊന്നും നടത്താതെ തന്നെ ക്യൂബയെ ഇല്ലാതാക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കും പറയുമ്പോൾ നിഷാദ് അതേക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇറാനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് ആണ്, ആ രാജ്യത്ത് 60% ജനങ്ങളും 30 വയസ്സിന് താഴെയുള്ളവരാണ്. ക്യൂബയിൽ എന്താ കഥ എന്നറിയോ? 30-35% ജനങ്ങൾ 60 വയസ്സിന് മേലെയുള്ളവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഡെമോഗ്രഫിയുടെ ഒരു പ്രശ്നം എന്തായിരിക്കും എന്നുള്ളത്. ഒരു രാജ്യത്തിന് 30% ആളുകൾ 60 വയസ്സിന് മേലെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം ഡിപ്പെൻഡൻസിയിൽ കഴിയുന്നവരാണെന്നുള്ളതാണ്. അവർക്ക് പല നിലക്കുള്ള ലൈഫ് സപ്പോർട്ടുകൾ, പല നിലക്കുള്ള സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടുകൾ ആവശ്യമുള്ളവരാണ്. അങ്ങനത്തെ ഒരു രാജ്യത്താണ് കറണ്ട് ഇല്ലാതാവുകയാണ്.